ഹല്ലേലൂയ. പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഏകദേശം ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് 2027 പ്രത്യേകതകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞ 27 കാലഘട്ടമാകുമ്പോഴേക്കും പെട്രോൾ ഡീസൽ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും, വലിയ ആഗോള യുദ്ധത്തിൽ പ്രവേശിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, ഇറാൻ ഇസ്രായേലിനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തായിരിക്കും പ്രിയ സഹോദരങ്ങളെ ഇതിൻ്റെ പരിണിതഫലം? നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക്, നമ്മൾ കണക്ക് കൂട്ടുന്നതിൻ്റെ അപ്പുറത്തേക്ക്, നമ്മൾ ഭയക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് യുഗാന്ത്യത്തിൻ്റെ സ്റ്റെപ്പുകളായിട്ട് കയറിപ്പോവുകയാണ്. യുഗാന്ത്യത്തിൽ ആണവയുദ്ധമാണ് വരുന്നതെങ്കിൽ പ്രിയ സഹോദരരെ, അതിൻ്റെ 1-ാം സ്റ്റെപ്പ് ഇപ്പോൾ നമ്മൾ ലോകം ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 2-ാം സ്റ്റെപ്പിലേക്ക് ഇസ്രായേൽ കിടക്കുന്നു. അതിൻ്റെ 3-ാം സ്റ്റെപ്പിലേക്ക് മറ്റ് ലോകരാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്നു. അതിൻ്റെ 4-ാം സ്റ്റെപ്പിലേക്ക് 2 സെക്ഷനായി തിരിയുന്നു. അതിൻ്റെ 5-ാം സ്റ്റെപ്പിലേക്ക് ലോകം 2 ചേരിയായി നിന്ന് വലിയ യുദ്ധം നടത്തുന്നു. അങ്ങനെ സ്റ്റെപ്പായിട്ട് പോകുന്നതിൻ്റെ ഒരുക്കം ഈ ലോകത്ത് ആരംഭിച്ചു കഴിഞ്ഞു. പ്രിയ സഹോദരരെ, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങിക്കോ. ഇതാ സർവശക്തനായ ദൈവത്തിൻ്റെ ആഗമനത്തിന് മുമ്പ് ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അങ്ങിങ്ങ് ഉണ്ടാകും. എന്നാൽ ഇനിയും സമയമായിട്ടില്ല എന്ന് കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ് പ്രിയപ്പെട്ടവരെ, യുദ്ധത്തിൻ്റെ പല ഘട്ടങ്ങൾ കടക്കേണ്ടതായിട്ടുണ്ട്. യുദ്ധം അതിൻ്റെ മൂർധന്യത്തിലേക്ക് പ്രവേശിക്കാൻ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സംഭവിക്കും. അതിനാൽ കർത്താവിൻ്റെ യേശുവിൻ്റെ വരവിനായിട്ട് നമ്മൾ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. മാർക്കറ്റുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. നമ്മൾ കണ്ടതാണ്, ഇസ്രായേലിൽ യുദ്ധം വന്നപ്പോൾ ഇസ്രായേലിലെ ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്ന മാർക്കറ്റിലെ ഭക്ഷണ സാധനങ്ങൾ വളരെ പെട്ടെന്ന് മേടിച്ച് മാർക്കറ്റുകൾ കാലിയായി എന്നുള്ളത് നമ്മൾ വാർത്തകളിൽ കേട്ടു. ഗാസയിൽ യുദ്ധം വന്നപ്പോൾ ഗാസ നിവാസികൾ അവിടെയുള്ള ഭക്ഷണ സാധനങ്ങൾ വേഗം വാങ്ങിക്കൂട്ടുകയും മാർക്കറ്റുകൾ ഇല്ലാതാവുകയും ചെയ്തത് നമ്മൾ വാർത്തകളിൽ കാണുകയും കേൾക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും യുദ്ധം വ്യാപിക്കും. വൻ ശക്തികൾ കയറിപ്പിടിക്കും പ്രശ്നങ്ങളിൽ. അത് പെട്രോൾ ഡീസൽ ഇല്ലാതാവുകയും ആദ്യം തുടക്കത്തിൽ അതിൻ്റെ വില വർദ്ധിക്കും, അല്പാൽപമായിട്ട് കിട്ടും. പിന്നീട് ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഹോർമോസ് കടലിടുക്കിലെ പ്രശ്നം രൂക്ഷമാകുന്നതോടുകൂടി പെട്രോൾ ഡീസൽ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. അപ്പോൾ വാഹന ഗതാഗതം എന്നേക്കുമായിട്ട് നിന്നു പോകും. അങ്ങനെ വരുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം 1 by 1 ആയിട്ട് സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് ആകെപ്പാടെ ചെയ്യാനുള്ളത് എന്താണ്? നാം എന്താണ് ഈ പ്രശ്നങ്ങളെ എങ്ങനെയാണ് കാണേണ്ടത്, എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് നാം ഒരുങ്ങേണ്ടത്? അതിന് 2 തലത്തിൽ നമ്മൾ ഒരുങ്ങണം. അതിൻ്റെ 1-ാമത്തെ തലമാണ് പ്രിയപ്പെട്ടവരെ, ശക്തമായ യേശുവിൻ്റെ കൂടെയുള്ള വാസത്തിനുള്ള കൂറ് പ്രഖ്യാപിക്കൽ. അത് പരസ്യമായും രഹസ്യമായും എല്ലാം കർത്താവ് യേശു ക്രിസ്തുവിനു കൂടി നമ്മൾ ജീവിക്കുന്നു എന്ന് നമ്മൾ വരുത്തി തീർത്തേ പറ്റൂ. ഇല്ലെങ്കിൽ കർത്താവ് നമ്മളെ തള്ളിക്കളയും. കാരണം അതത്ര ഭയാനകമായിരിക്കും ആഗോള യുദ്ധങ്ങൾ. 2-ാമത് വിശുദ്ധിയും പരിശുദ്ധിയും കൊണ്ടെന്നറിയുക. വിശുദ്ധിയാണ് 1-ാമത്തെ സ്റ്റെപ്പ്. നിന്റെ ഹൃദയവിശുദ്ധീകരണമാണ് ഞാൻ അഭിലഷിക്കുന്നതെന്ന് കൊരിന്തോസ്കാർക്ക് ലേഖനത്തിൽ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടാണ് അവർ ദൈവത്തെ കാണുമെന്ന് ഈശോനാഥൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധിയുടെ 1-ാം ഘട്ടം അതും കടന്ന് പരിശുദ്ധിയുടെ 2ാമത്തെ ഘട്ടമായ പരിശുദ്ധിയിലേക്ക് വരണം. അതിനുള്ള ക്ലാസ്സുകൾ മരണവും നിദ്രയും എന്ന ക്ലാസ്സുകളിൽ, റാപ്ചറിൻ്റെ ക്ലാസ്സുകൾ എൻ്റെ ക്ലാസ്സുകളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളത് കണ്ടുപിടിച്ച് മരണവും നിദ്രയും റാപ്ചർ അതിൻ്റെ 5 ക്ലാസ്സും മരണത്തിൻ്റെ നിദ്രയും ക്ലാസ്സുകൾ നിങ്ങൾ സശ്രദ്ധം വീണ്ടും കേൾക്കണം. കാരണം ഇത് ലോകം വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് കടന്നുപോകും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പ്രശ്നങ്ങൾ തീരുകയില്ല, വളരുകയാണ് ചെയ്യുന്നത്. അതിനാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ മരിക്കേണ്ടി വന്നാൽ യേശുവിൻ്റെ കൂടെ മരിക്കുക, ജീവിക്കേണ്ടി വന്നാൽ യേശുവിൻ്റെ കൂടെ ജീവിക്കുക. വലിയ തകർച്ചകൾ വരും ഭൂമിയിൽ. ഭക്ഷണ സാധനങ്ങൾ ഇല്ലാതെയായി പോകുന്ന അവസ്ഥ വരും. ഭയപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല. പക്ഷേ ഇവിടെ നമ്മൾ എല്ലാ ദിവസവും സന്ധ്യാസമയത്തും പ്രഭാതത്തിലും പ്രഭാതത്തിൽ 5 മണിക്ക് എഴുന്നേറ്റ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രൂപത്തിലോ പടത്തിലോ വചനത്തിലോ നോക്കിക്കൊണ്ട് കമിഴ്ന്ന് വീണ് കിടന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളെ രക്ഷിക്കുവാൻ കർത്താവ് നമ്മുടെ അടുത്ത് വരും. ഏശയ്യാ 57:1, നീതിമാൻ വിനാശത്തിൽ എടുക്കപ്പെടും, അവൻ സന്മാർഗനിരതനായി വിശ്രമമരുളും. വെളിപാട് 3:10, സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിലുണ്ടായിരിക്കുന്ന കഷ്ടങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കുമെന്ന വചനം ആവർത്തിച്ച് പറയുകയാണ്. അതിനു മുമ്പ് പറയുന്നു, വെളിപാട് 22:14, വീണ്ടും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, എങ്ങോട്ടെങ്കിലുമൊക്കെ ഓടിക്കോ മക്കളെ, പരിശുദ്ധി കൊണ്ട് നിറയാൻ. ഏതെല്ലാം മാർഗത്തിൽ കൂടെ പരിശുദ്ധി നിറയാമോ? ആ മാർഗത്തിൽ കൂടെ പരിശുദ്ധി നിറഞ്ഞു. കാരണം ഒരു ദുരാത്മാവിൻ്റെ കീഴിൽ അടിമപ്പെട്ട് നമ്മൾ ജീവിച്ചേക്കരുത്. ആ ദുരാത്മാവ് നമ്മുടെ ആത്മാവിനെ
ഭൂമിയിൽ നിന്ന് വലിച്ച് പാതാളത്തിലേക്ക് കൊണ്ടുപോകും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, വളരെ ശക്തമായ ശ്രദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ കർത്താവായ യേശു നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വലിയ ആഗോള യുദ്ധത്തിൽ ലോകം പ്രവേശിക്കുകയാണ്. അതിനെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. അമേൻ.